ഉത്തർപ്രദേശിലെ ബദ്വാൻ കൂട്ടമാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സഹോദരികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. സഹോദരികളെ ജീവനോടെയാണ് കെട്ടിത്തൂക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ബദ്വാൻ കൂട്ടമാനഭംഗത്തിൽ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ജീവനോടെ മരത്തിൽ കെട്ടിത്തൂക്കിയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സീനിയർ പോലീസ് സൂപ്രണ്ട് അലോക് സക്സേനയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പെൺകുട്ടികളുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൈകളിലും വയറിലും മറ്റ് രഹസ്യഭാഗങ്ങളിലും രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു. പെൺകുട്ടികളെ മരത്തിൽ കെട്ടിത്തൂക്കുന്നതിന് മുൻപായി നിരവധി പീഡനങ്ങൾ നടന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ രക്തം, തലയിലെ മുടി, നഖം എന്നിവകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് അനുമതി തേടിയിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ VP സിരോഹി പറഞ്ഞു. സുപ്രീം കോടതിയുടെ ചട്ടങ്ങളനുസരിച്ച് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രതികളുടെ സാമ്പിൾ ശേഖരിക്കാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അനുവാദം നൽകി. ഇങ്ങനെ ശേഖരിക്കുന്ന സാമ്പിളുകളും പെൺകുട്ടികളുടെ മുറിവിൽ നിന്നും ശേഖരിച്ച രക്തസാമ്പിളും രാസപരിശോധന നടത്തി യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 14ഉം 15ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡനത്തിനിരയാക്കിയ ശേഷം കെട്ടിത്തൂക്കിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിൽ നിന്നും സൗദിയിലെ തൊഴിലിടങ്ങളിലേക്ക് മനുഷ്യരെ കടത്തുന്ന ഫാസ്റ്റ് എയർ ആൻഡ് സീ ട്രാവൽസ് എന്ന കമ്പനിയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ട മലയാളി യുവാവ് നാട്ടിലെത്തി. പത്തനംതിട്ട അടൂർ സ്വദേശി അരുൺ സുദർശനാണ് ദമാമിൽ 1 മാസക്കാലം പീഡനത്തിനിരയായത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് അരുൺ പരാതി നൽകി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് എയർ ആൻഡ് സീ ട്രാവൽസ് എന്ന സ്ഥാപനം ഒരു മലയാള പത്രത്തിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പിനെ കളമൊരുക്കിയത്. ദമാമിലെ 1ാം കിട കമ്പനിയായ ആരംകോയുടെ വിവിധ പദ്ധതികളിലേക്ക് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരസ്യം. ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് ITI ഡിപ്ലോമക്കാരനായ അരുൺ അപേക്ഷ അയച്ചത്. താമസിയാതെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുകയും തുടർന്ന് സൗദിയിലെ നെസ്മ എന്ന കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടതായും അറിയിക്കുകയും ചെയ്തു. 1500 റിയാൽ ശമ്പളം, സൗജന്യ താമസവും ഭക്ഷണവും അരുണിന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ദമാമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞുറപ്പിച്ച കമ്പനിയിൽ ജോലി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരാഴ്ചക്കാലം ഭക്ഷണം പോലുമില്ലാതെ മണൽ ചുമന്നും പണിയിടത്തിൽ ഉറങ്ങിയും തള്ളി നീക്കി. ഇത് ചോദ്യം ചെയ്തതിന് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും അരുൺ പറഞ്ഞു. ഫാസ്റ്റ് എയർ ആൻഡ് സീ ട്രാവൽസ് മുഖേന കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് ദമാമിലെ നാസ്കോ എന്ന കമ്പനിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ സൈറ്റിൽ താമസിച്ചത്. എനിക്ക് പറഞ്ഞ ജോലി കിട്ടിയില്ല. അവിടെ ചെന്നപ്പോഴാണ് പുറത്തുള്ള ചില മലയാളികൾ പറഞ്ഞാൽ ഞാൻ അറിയുന്ന മനുഷ്യനെ വിലയ്ക്ക് വിൽക്കുന്ന കേന്ദ്രമാണ്. ഒരു കാരണവശാലും നാട്ടിൽ വിടത്തില്ലെന്ന് വാശി പിടിക്കുകയും കുഴിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഓസ് വഴി വൈദ്യുതി കടത്തുവിൽ തന്നെ കൊലപ്പെടാൻ ശ്രമിച്ചു. മറ്റൊരു മലയാളിയുടെ സഹായത്തോടെ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് അരുണിന് നാട്ടിലെത്താൻ കഴിഞ്ഞത്. ഫ്ലൈറ്റ് ടിക്കറ്റും ചെലവും നാട്ടിൽ നിന്നും അയച്ചു കൊടുത്തതിനു ശേഷമാണ് അരുൺ നാട്ടിലെത്തിയത്. പരാതിയില്ല എന്നും റിക്രൂട്ട് ചെയ്ത കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ ഇല്ല എന്നും അസുഖം കാരണമാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് എന്നുള്ള രേഖകളിൽ ഒപ്പിട്ടതിനു ശേഷമാണ് നാട്ടിലേക്കുള്ള മടക്കയാത്ര സാധ്യമായത്. ഇത്തരത്തിൽ വൻതോതിലുള്ള മനുഷ്യക്കടത്ത് ഫാസ്റ്റ് എയർ ആൻഡ് സീ ട്രാവൽസ് എന്ന കമ്പനിയുടെ മറവിൽ നടക്കുന്നതായും അരുൺ സാക്ഷ്യപ്പെടുത്തുന്നു. അതേസമയം അസുഖ കാരണങ്ങളാലാണ് അരുൺ മടങ്ങിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. VJ വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ക്യാൻസർ രോഗിയായ മധ്യവയസ്കനെ വില്ലേജ് ഓഫീസർ മർദ്ദിച്ചതായി പരാതി. പെൻഷൻ ആവശ്യത്തിനായി വില്ലേജ് ഓഫീസിലെത്തിയ മധ്യവയസ്കന് നേരെയാണ് വില്ലേജ് ഓഫീസറുടെയും സഹപ്രവർത്തകന്റെയും മർദ്ദനം. കൊല്ലം പേരൂർ സ്വദേശിയായ നിസാമുദ്ദീന് നേരെയാണ് കൊറ്റംകര വില്ലേജ് ഓഫീസറുടെ മർദ്ദനമേറ്റതായി പരാതി. ക്യാൻസർ രോഗിയായ നിസാമുദ്ദീൻ പെൻഷൻ ആവശ്യത്തിനായി വില്ലേജ് ഓഫീസിൽ എത്തിയതായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ തനിക്ക് നേരെ വില്ലേജ് ഓഫീസറും സഹപ്രവർത്തകരും അപമര്യാദയായി പെരുമാറുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തെന്ന് നിസാമുദ്ദീൻ പറഞ്ഞു. പെൻഷൻ്റെ എന്തിനുണ്ടായിരുന്നു? ഞാൻ അതുമായിട്ട് നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴത്തെ നീ താലൂക്ക് ഓഫീസറുടെ കംപ്ലയിൻറ്റ് പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെവിടത്ത് 2 അടി അടിച്ചിട്ട് എൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും എൻ്റെ മുതുകത്ത് കുനിച്ച് നിർത്തി വേറെ സ്റ്റാഫും കൂടെ ചേർത്ത് കുനിച്ച് നിർത്തി എന്നെ അടിക്കുകയും കൂടെ ചെയ്തു. എനിക്കിപ്പോൾ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലും എൻ്റെ ചെവി കേൾക്കാൻ വയ്യാത്ത അവസ്ഥയിലും ആയിരിക്കുക. കഴിഞ്ഞ ദിവസം തന്റെ വരുമാന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസർ വരുമാന തുക അധികരിച്ച് കാണിച്ചത് നിസാമുദ്ദീൻ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് വില്ലേജ് ഓഫീസർക്കെതിരെ നിസാമുദ്ദീൻ തഹസിൽദാറിന് പരാതി നൽകി. ഇതിന് പ്രതികാരമായാണ് വില്ലേജ് ഓഫീസറുടെ മർദ്ദനം. പുള്ളി ഇതിനൊക്കെ 36,000 വരുമാനം വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ സാറേ ഇതിനൊക്കെ ഇത്രയും വെച്ചാൽ എനിക്ക് ഒരു എന്തിനും കിട്ടത്തില്ല.
അപ്പോൾ ഇത് ചോദിച്ച് നീ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു, നിനക്ക് കംപ്ലയിൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് എന്തിരുന്നു. ഞാനിതിൻ്റെ തലസ്ഥാനത്ത് നിന്ന് കംപ്ലയിൻറ്റ് പറയും. അഗതികൾക്കും ക്യാൻസർ രോഗികൾക്കും സർക്കാർ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കേണ്ടപ്പോഴാണ് മധ്യവയസ്കനും ക്യാൻസർ രോഗിയുമായ നിസാമുദ്ദീന് സർക്കാരിന്റെ ഒരു മേലുദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ സംസ്ഥാനത്ത് പ്രകൃതി ചൂഷണം നിർബാധം തുടരുന്നു. കോട്ടയത്തെ കൂരോപ്പടയിലെ പ്രകൃതി രമണീയമായ കുന്നിടിച്ച് മണ്ണ് കടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ കൂരോപ്പട പഞ്ചായത്തിലെ മനോഹരമായ പുലിക്കുന്നിനെയാണ് ഇപ്പോൾ ഒന്നാകെ ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തി ഇവിടെ മണ്ണിടിച്ച് കടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അധികൃതരും ഇത് കണ്ടില്ലെന്ന മട്ടാണ്. ദിവസവും ടൺ കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് ലോറികളിൽ കൊണ്ടുപോകുന്നത് PWD ഡ്യൂട്ടിക്കെന്ന വ്യാജേനയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിനായാണ് മണ്ണെടുക്കുന്നതെന്ന് സ്ഥലമുടമയുടെ ഭാഷ്യം. പക്ഷേ പ്രകൃതിക്ക് ദോഷം വരുന്ന തരത്തിൽ ഈ വലിയ കുന്ന് ഇടിച്ചു നിരത്തി മണൽ കടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപ മണ്ണ് വിൽപ്പനയിലൂടെ ലക്ഷ്യമിട്ടാണെന്ന് കൂരോപ്പടയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. അനിൽ കൂരോപ്പട വളരെ ശക്തമായിട്ട് ഞങ്ങൾ പരാതികൾ ഉന്നയിക്കുകയും അത് ജില്ലാ കളക്ടർക്കും തഹസിൽദാറിനും ജിയോളജിസ്റ്റിനും എല്ലാം പരാതികൾ നൽകിയെങ്കിലും വൻ സ്വാധീനമുള്ള ഈ ഭൂമാഫിയ, ഈ ബ്ലേഡ് മാഫിയ സംഘങ്ങളും എല്ലാവരും ചേർന്നുള്ള ഒരു വൻ ലോബിയാണ് ഇതിന് പിന്നിൽ. അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് അവർ ദിനം പ്രതി എടുത്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ നിർബാധം തുടരുന്നത് സമീപത്തെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും വഴിവെച്ചിരിക്കുകയാണ്. ഏകദേശം 4500 മെട്രിക് ടൺ മണ്ണെടുക്കുന്നതിനുള്ള അനുമതിയുടെ മറവിൽ ആയിരക്കണക്കിന് ലോഡാണ് ഇതിനകം ഇവിടെ നിന്നും കൊണ്ടുപോയി വിൽപ്പന നടത്തിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മന്ത്രിമാരും ചേർന്ന് ആചരിക്കുമ്പോഴും പ്രകൃതിയെ നശിപ്പിക്കുന്നതിലും ചൂഷണം ചെയ്യുന്നതിലും ഒരു കുറവുമില്ല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തലസ്ഥാനത്ത് ചിട്ടിക്കമ്പനിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്. മലയൻകീഴ് പ്രവർത്തിച്ചു വന്ന വേണാട് ചിട്ടി ഫണ്ട് എന്ന സ്ഥാപനമാണ് 300ഓളം ഇടപാടുകാരെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്തത്. ചിട്ടി തട്ടിപ്പിൽ മലയൻകീഴ് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മലയൻകീഴിലാണ് 300ഓളം പേർ കോടികളുടെ ചിട്ടിത്തട്ടിപ്പിനിരയായത്. 4 തെക്കൻ ജില്ലകളിൽ ശാഖകളുള്ള വേണാട് ചിട്ടി ഫണ്ട് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. ചിട്ടി പിടിച്ച ഇടപാടുകാർ ഒരാഴ്ച മുമ്പ് പണം വാങ്ങാനെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ കഥ പുറം ലോകമറിയുന്നത്. തുടർന്ന് വേണാട് ചിട്ടി ഫണ്ടിന്റെ മലയൻകീഴ് ശാഖ ഉപരോധിച്ച നാട്ടുകാർ ജീവനക്കാരെ തടഞ്ഞു. എന്നാൽ ജൂൺ 5-ന് പണം തിരികെ നൽകാമെന്ന് ഉറപ്പ് പാലിക്കാൻ വേണാട് ചിട്ടി ഫണ്ട് ഉടമകൾക്ക് കഴിഞ്ഞില്ല. തുടർന്നാണ് ചിട്ടിക്കായി ലക്ഷങ്ങൾ നൽകിയവർ മലയൻകീഴ് പോലീസിൽ പരാതിയുമായി എത്തിയത്. അടച്ച് തരാമെന്നായപ്പോഴത്തേന് ഇങ്ങനെ പൊളിഞ്ഞു പോയതായിട്ട് പരാതി. അങ്ങനെ ജീവനക്കാരെയൊക്കെ തടഞ്ഞു വെച്ചായിരുന്നു. ഞങ്ങൾ തടഞ്ഞു വെച്ചപ്പം പോലീസുകാർ തന്നെ വന്ന് എഴുതി ഒട്ടിട്ട് 5-ാം തീയതി കാശ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജീവനക്കാരെ പറഞ്ഞു വിടുകയും ചെയ്തു. കുട്ടി ഇവിടെ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എഴുതി ഒട്ടിച്ച് വെച്ചേക്കിന് 5-ാം തീയതി ആൾക്കാരുടെ കാശ് കൊടുക്കും, പ്രവർത്തിക്കും, ഉടനെ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും നമുക്ക് ഇതിനൊരു പോംവഴി ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കണം. എന്ത് കഷ്ടപ്പെട്ട് ഇത്രയും സ്വരൂപിച്ചെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. 300ഓളം പേരുടെ പരാതിയിന്മേൽ വേണാട് ചിട്ടി ഫണ്ട് എന്ന സ്ഥാപനത്തിനെതിരെ മലയൻകീഴ് പോലീസ് കേസെടുത്തു. 4 ജില്ലകളിലായി 30ഓളം ശാഖകളുള്ള തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ മറ്റ് സ്റ്റേഷനുകളിലും വിവിധ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വ്യാജ ചിട്ടികളുടെയും തട്ടിപ്പിന്റെയും അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതിയിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മലയൻകീഴ് SI റിയാസ് രാജ പറഞ്ഞു. ഇന്നവർ അവിടെ ചെന്ന സമയത്തേക്ക് ആ സ്ഥാപനം കുട്ടികളൊക്കെ തന്നെയാണ് കണ്ടത്. അവർ ഈ നടത്തിപ്പോരായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ആൾക്കാരെല്ലാം ബന്ധപ്പെട്ട് നോക്കിയിട്ടും ആ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചത്. ഈ ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ചീറ്റിങ്, പിന്നെ വയലേഷൻ ഓഫ് കേരള ചിട്ടി ആക്ട് സെക്ഷൻ, അതായത് ചിട്ടി ആക്ട് പ്രകാരം ഒരു സ്ഥാപനം ഏതൊരു സ്ഥാപനം ചിട്ടി തുടങ്ങണമെങ്കിൽ അംഗീകൃതമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നേടിയിരിക്കുകയാണ്. അതിന് അവരുടെ അനുസരിച്ച് റൂൾസ് ഉണ്ട്. അതൊന്നും എല്ലാം വയലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുന്നത്. പുന്നൂർ വെള്ളനാടിനടുത്ത്, വെള്ളനാടിൻ്റെ ഹെഡ് ഓഫീസായിട്ട് പറയുന്നത് സജീവാണ് ഇതിൻ്റെ ഓണറായിട്ട്.
25,000 മുതൽ 1 ലക്ഷം രൂപയുടെ വരെ ചിട്ടികളാണ് തട്ടിപ്പ് സ്ഥാപനം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വന്നാൽ കോടികളുടെ തട്ടിപ്പിന്റെ വലിപ്പം ഇനിയും ഉയരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അടിമപ്പണിക്ക് കേരളത്തിലേക്ക് പെൺകുട്ടികളെ കടത്തുന്നുണ്ടെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ. അന്യസംസ്ഥാനത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് പെൺകുട്ടികളെ കേരളത്തിലെത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ RV രാജേഷ് പറഞ്ഞു. ഏതാനും വനിതാ സംഘടനകളുടെ പരാതിയെ തുടർന്നായിരുന്നു യുവജന കമ്മീഷൻ വസ്ത്ര വ്യാപാരശാലകളിൽ പരിശോധന നടത്തിയത്. ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് അടിമ വ്യാപാരത്തിന് തുല്യമായ രീതിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികളെ യുവജന കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കണ്ടത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ജോലി രാത്രി 9:30 വരെ നീണ്ടു നിൽക്കും. പെൺകുട്ടികൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം പോലും വസ്ത്ര വ്യാപാരശാലകളിൽ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ RV രാജേഷ് പറഞ്ഞു. ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന്, അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിശ്ചിത തുക നൽകി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അടിമ വ്യാപാരത്തിന് തുല്യമായ രീതിയിൽ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് പരാതി പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ലേബർ ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന കുടിസുമുറികളിൽ വെറും തറയിലാണ് പെൺകുട്ടികൾ കിടക്കുന്നതെന്നും യുവജന കമ്മീഷന്റെ പരിശോധനയിൽ കണ്ടെത്തി. വെറും തറയിൽ, വളരെ കുടിസുമുറികളിൽ, അതുപോലെ തന്നെ ടെറസ് മുഴുവൻ ഷീറ്റിട്ട് ആ ഭാഗങ്ങളിലൊക്കെ 1-2 ശൗചാലയങ്ങൾ മാത്രമാണ് അവർക്ക് ഉള്ളത്. നിരന്ന് തറയിൽ കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വളരെയേറെ ദയനീയമായ ഒരവസ്ഥ ഇവിടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യുവജന കമ്മീഷൻ മനസ്സിലായിട്ടുള്ളത്. വസ്ത്ര വ്യാപാരശാലയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് 2 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. നൂറ്റാണ്ട് കഴിഞ്ഞ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് യുവജന കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്ത് വൻ കുഴൽപ്പണവേട്ട. 12.5 ലക്ഷം രൂപയുമായി മധുര സ്വദേശി ബാലാജി പിടിയിൽ. കോഴിക്കോട്ടേക്ക് KSRTC ബസ്സിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് ബാലാജിയെ പോലീസ് പിടികൂടിയത്. തുണിയിൽ അടുക്കായി വെച്ച് അരക്കെട്ടിൽ ഒളിപ്പിച്ചു കടത്തുന്നതിനിടെയാണ് ബാലാജി പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ബസ്സിലെ പരിശോധന. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള KSRTC ബസ്സിൽ വെച്ചാണ് മധുര സ്വദേശി ബാലാജി പിടിയിലായത്. മലപ്പുറം DYSP അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ചോദ്യം ചെയ്യലിൽ കുഴൽപ്പണമാണെന്ന് വ്യക്തമായി. സ്ഥിരം കടത്തുകാരനാണ് ബാലാജി എന്ന് SI മനോജ് പറയട്ട പറഞ്ഞു. ഒരു പ്രത്യേക തുണി ഉപയോഗിച്ചുകൊണ്ട് അരയിലെ ഈ നോട്ടുകെട്ടുകൾ കെട്ടി ഒരു കുടവയറുള്ള ആളെ പോലെ തോന്നിപ്പിച്ച് കടത്തുന്ന രീതിയാണ് ഈ ആള് അവലംബിച്ചിട്ടുള്ളത്. ആ പരിശോധനയിൽ സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.